എൻ്റെ പേര് സോഹിൽ. ഞാൻ ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിൻ്റെ പേര് റാൻഡം വേരിയബിൾ. എ റാൻഡം വേരിയബിൾ ഈസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ defined over a sample space. So its domain of definition is the sample space S, and range is a real line extending from -infinity to +infinity. സാമ്പിൾ സ്പേസിനെ ഡിഫൈൻ ചെയ്യുന്ന റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ് റാൻഡം വേരിയബിൾ. അതിൻ്റെ ഡൊമെയിന് എസ്സും റേഞ്ച് എന്ന് പറയുന്നത് -infinity to +infinity ആയിരിക്കും. ഇൻ അതർ വേർഡ്സ്, എ റാൻഡം വേരിയബിൾ ഈസ് എ മാപ്പിംഗ് ഫ്രം സാമ്പിൾ സ്പേസ് ടു റിയൽ നമ്പേഴ്സ്. റാൻഡം വേരിയബിൾ സാമ്പിൾ സ്പേസിൽ നിന്ന് റാൻഡം വേരിയബിളിലേക്കുള്ള മാപ്പിംഗ് ആണ് റാൻഡം വേരിയബിൾ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ചാൻസ് വേരിയബിൾ ഓർ സ്റ്റൊക്കാസ്റ്റിക് വേരിയബിൾസ്. അത് ചാൻസ് വേരിയബിൾ അല്ലെങ്കിൽ സ്റ്റൊക്കാസ്റ്റിക് വേരിയബിൾസ് എന്നും പറയും. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എക്സ് ഓർ എക്സ് ഒമേഗ. A random variable x is a function whose domain is S and range is a set of real values from -infinity to +infinity, such that the set x less than or equal to x belongs to Borel field for any real number x. Random variable x is a function. അതിൻ്റെ ഡൊമെയിൻ നെയിം എസ് ആയിരിക്കും, ഡൊമെയിൻ എസ് ആയിരിക്കും, ആൻഡ് റേഞ്ച് എന്ന് പറയുന്ന സെറ്റ് ഓഫ് റിയൽ വാല്യൂസ് ഫ്രം -infinity to +infinity ആയിരിക്കും. ആസ് ആൻ ഇല്ലുസ്ട്രേഷൻ, കൺസിഡർ എ റാൻഡം എക്സ്പെരിമെൻറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് 2 tosses of a coin. Then the sample space is given by S is equal to HH, HT, TH, TT. ഒരു റാൻഡം എക്സ്പെരിമെൻ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു കോയിൻ ടോസ് ചെയ്താൽ 2 ഔട്ട്കം ഉണ്ടാവുക, HH, HT, TH, TT. Then to each outcome omega in the sample space there corresponds a real number x omega. ഒമേഗ എന്ന് ഉള്ള ഒരു ഔട്ട്കം കറസ്പോണ്ടിങ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ HH എക്സ് ഒമേഗ 2 ആയിരിക്കും, HT 1 ആയിരിക്കും, TH 1 ആയിരിക്കും, TT 0 ആയിരിക്കും. We have defined as one-dimensional random variable as a real valued function on S which is associated with the random experiment. That is, one-dimensional random variable is a measurable function x omega with domain S and range -infinity to +infinity. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇൻ കോയിൻ ടോസിങ് എക്സ്പെരിമെൻറ്റ് വി നോട്ട് ദാറ്റ് S is equal to W1 W2, വേർ W1 എന്ന് പറയുന്നത് ഹെഡായിരിക്കും, omega 2 എന്ന് പറയുന്നത് ടെയിലായിരിക്കും. omega 1 ഹെഡും omega 2 ടെയിലും. അപ്പോൾ അത് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ എക്സ് ഒമേഗ ഈക്വൽ ടു 0 ഇഫ് ഒമേഗ ടെയിലാണെങ്കിൽ, 1 ഇഫ് ഒമേഗ ഹെഡാണെങ്കിൽ. Here the random variable x omega takes only 2 values in omega can be either head or tail. Such a random variable is known as Bernoulli random variable. 2 ഔട്ട്കംസ് വരുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് ബെർണോളി റാൻഡം വേരിയബിൾ. ഒരു റിമാർക്ക് ഉണ്ട്, ഇഫ് x1 and x2 ആർ റാൻഡം വേരിയബിൾസ് ആൻഡ് c ഈസ് കോൺസ്റ്റൻറ്റ്, അപ്പോൾ c ഇൻറ്റു x1 കോൺസ്റ്റൻറ്റ് ഇൻറ്റു x1 ഒരു റാൻഡം വേരിയബിൾ ആയിരിക്കും, x1 + x2 ഒരു റാൻഡം വേരിയബിൾ ആണ്, x1 - x2 ഒരു റാൻഡം വേരിയബിൾ ആണ്, x1ഉം x2യിലുള്ള മാക്സിമം ഒരു റാൻഡം വേരിയബിൾ ആണ്, x1ഉം x2യിലുള്ള മിനിമം റാൻഡം വേരിയബിൾ ആണ്. റാൻഡം വേരിയബിൾ ആർ ഓഫ് 2 types, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളും കണ്ടിന്യൂസ് റാൻഡം വേരിയബിളും. എ റാൻഡം വേരിയബിൾ x is said to be discrete if its range includes finite number of values. ഇത് റാൻഡം വേരിയബിൾ ഡിസ്ക്രീറ്റ് ആണെന്ന് പറയണമെങ്കിൽ അതിൻ്റെ റേഞ്ച് ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ കൗണ്ടബിൾ ആയിരിക്കും. ദ പോസിബിൾ വാല്യൂസ് ഓഫ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ക്യാൻ ബി ലേബിൾഡ് ആസ് x1, x2, x3. ദ നമ്പർ ഓഫ് ഡിഫക്റ്റീവ് പാർട്ടിക്കിൾസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഫാക്ടറി, അതൊക്കെ ഒരു എക്സാമ്പിളാണ്. ദ നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ആർട്ടിക്കിൾസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഫാക്ടറി ഇൻ എ ഡേ ഇൻ എ സിറ്റി. പിന്നെ എ നമ്പർ ഓഫ് ഡെത്ത് ഡ്യൂ ടു എ റോഡ് ആക്സിഡൻറ്റ് ഇൻ എ ഡേ ഇൻ എ സിറ്റി. ദ നമ്പർ ഓഫ് പേഷ്യൻസ് അറൈവിങ് അറ്റ് എ ഡോക്ടർ ക്ലിനിക് ഇൻ എ ഡേ, എക്സെട്ര.
ആണ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ എക്സാമ്പിൾസ്. എ റാൻഡം വേരിയബിൾ വിച്ച് ഇസ് നോട്ട് ഡിസ്ക്രീറ്റ് ഇസ് സെഡ് ടു ബി കണ്ടിന്യൂസ്. That means it can assume finite number of values from a specific interval of a form a, b. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് വെച്ചാൽ അത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ് ആയിരിക്കും. ഡിസ്ക്രീറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ്. എക്സാമ്പിൾ, എ മാൻ ബ്രഷസ് ഹിസ് ടീത്ത് എവറി മോർണിംഗ്. എക്സ് റെപ്രസെൻറ്റ്സ് ദ ടൈം ടേക്കൺ ഫോർ ബ്രഷിംഗ്, നെക്സ്റ്റ് ടൈം 2. വേറെ എക്സാമ്പിൾ, എക്സ് റെപ്രസെൻറ്റ്സ് ദ ഹൈറ്റ് ഓഫ് എ സ്റ്റുഡൻറ്റ് റാൻഡംലി ചൂസൺ ഫ്രം എ കോളേജ്. പിന്നെ മൂന്നാമത്തെ എക്സാമ്പിൾ, എക്സ് റെപ്രസെൻറ്റ്സ് ദ സർവീസ് ടൈം ഓഫ് എ ഡോക്ടർ ഓൺ ഹിസ് നെക്സ്റ്റ് പേഷ്യൻറ്റ്. നാലാമത്തെ എക്സാമ്പിൾ, ലൈഫ് ടൈം ഓഫ് എ ട്യൂബ്.